ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് സമ്മർദ്ദങ്ങൾക്ക് കടുത്ത ഭാഷയിൽ മറുപടി നൽകി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. തലയ്ക്ക് തോക്ക് വെച്ച് വ്യാപാര കരാറുകൾക്ക് ഇന്ത്യയെ വഴങ്ങിപ്പിക്കാമെന്ന് കരുതേണ്ടതില്ല. അമേരിക്കയുമായി ചർച്ച നടക്കുന്നുണ്ട്, പക്ഷേ തിടുക്കത്തിൽ ഇടപാടുകൾ നടത്തുന്നില്ല. സമയപരിധി പ്രഖ്യാപിച്ചോ തലയിൽ തോക്കോ വെച്ചുകൊണ്ട് ഇടപാടുകൾ നടത്തില്ല. ബെർലിൻ ഗ്ലോബൽ ഡയലോഗിൽ സംസാരിക്കവെയാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. Into the United States, of course, but we don't do deals in a hurry, and we don't do deals with deadlines or with a gun on our head. But that's how deals are done these days. It's a deadline. I don't think so. Tariffs come in midnight on this date. Take it or leave it. India looks long term. India never takes decisions in a rush or on the pressure of the moment. And we've accepted if there's a tariff on us, there is a tariff on us. We are looking how to overcome that. We are looking at newer markets. We are looking at a stronger demand impetus within the Indian economy. So we have a very resilient structure, 1.4 billion people. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, ഈ വിഷയത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൃത്യമായ ഒരു മറുപടി ഇതാദ്യമായാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പലതവണ ട്രംപ് ഈ വിഷയത്തിലൊക്കെ സമ്മർദ്ദത്തിന്റെ ഭാഷയിൽ സംസാരിക്കുമ്പോഴും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു മറുപടി വന്നിരുന്നില്ല. പീയൂഷ് ഗോയൽ ഇക്കാര്യം വ്യക്തമാക്കുമ്പോൾ ആ ഭാഷ എത്രത്തോളം ശക്തമാണ്? ശ്രീജ, ഇപ്പോൾ ഈ കാര്യത്തിൽ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഈ താരിഫ് യുദ്ധത്തിൽ ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടുകൾ എടുക്കുമ്പോഴും ഇതാദ്യമായാണ് ഇന്ത്യയുടെ ഭാഗത്ത് ഇത്ര കൃത്യമായ ഒരു നിലപാട് എടുത്തു വരുന്നത്. പീയൂഷ് ഗോയലാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തി ഏതെങ്കിലും തരത്തിലുള്ള അമേരിക്കൻ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്നുള്ളതാണ് പീയൂഷ് ഗോയൽ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അതായത് തങ്ങൾക്ക് നേരെ തോക്ക് ചൂണ്ടിയോ സമ്മർദ്ദം ചെലുത്തിയോ ഏതെങ്കിലും തരത്തിൽ താരിഫ് അല്ലെങ്കിൽ കരാറുകൾ ഒപ്പിടാനുള്ള നീക്കം അത് നടക്കില്ല. കൃത്യമായ രീതിയിൽ ലോങ് ടേം ഒരുപാട് കാലത്തേക്കുള്ള കരാറുകളാണ് ഇന്ത്യ ഒപ്പിടാൻ ആഗ്രഹിക്കുന്നത്. അതും കൃത്യമായ ചർച്ചകളിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. പകരം സമ്മർദ്ദം ചെലുത്തി ഇന്ത്യയോട് ഒരു നിലപാടെടുക്കാൻ മറ്റു രാജ്യങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പീയൂഷ് ഗോയൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം പീയൂഷ് ഗോയൽ മറ്റൊരു കാര്യം കൂടി, പ്രധാനപ്പെട്ട കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് 140 കോടി ജനങ്ങളുള്ള ഒരു വലിയ രാജ്യമാണ്. അതും അവിടുത്തെ യുവത ഏറ്റവും കൂടുതലുള്ള ലോകരാജ്യമാണ് ഇന്ത്യ. 28 വയസ്സാണ് ഇന്ത്യയുടെ ഒരു പ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രായത്തിലുള്ള വലിയൊരു മാർക്കറ്റ് ഇന്ത്യയാണ്. അപ്പോൾ ആ ഇന്ത്യയോട് വലിയ സമ്മർദ്ദം ചെലുത്താൻ മറ്റു രാജ്യങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ് പീയൂഷ് ഗോയൽ ഇന്ന് പറഞ്ഞു വെക്കുന്നത്. ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണം, അല്ലെങ്കിൽ എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ള ആവശ്യമാണ് അമേരിക്ക കഴിഞ്ഞ കുറേ നാളുകളായി ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇന്ത്യ അതിന് വഴങ്ങുന്ന ഒരു നിലപാടല്ല എടുത്തിരിക്കുന്നത്. ഇന്ത്യ പറയുന്നത് റഷ്യ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ അവിടുന്ന് ഏറ്റവും വില കുറച്ച് എണ്ണ എവിടുന്ന് കിട്ടുമോ അവിടുന്ന് വാങ്ങുക എന്നുള്ളതാണ് രാജ്യ താല്പര്യം. അതിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ അമേരിക്കയുമായി ഒരു തർക്കത്തിനോ പിണക്കത്തിനോ സാധിക്കുന്ന ഒരു സാഹചര്യവുമല്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള താരിഫ് നേരത്തെ അമേരിക്ക ചുമത്തിയിരുന്നു. ആ ഒരു 50% താരിഫുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ്. വീണ്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന തീരുമാനത്തിൽ നിന്ന്, നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന് തന്നോട് അറിയിച്ചിരുന്നു. എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ അതിലൊന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചിരുന്നില്ല. ആ കാര്യത്തിലടക്കം സൂചന നൽകുന്ന തരത്തിലാണ് ഇപ്പോൾ പീയൂഷ് ഗോയൽ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് തങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തി ഒരു കാര്യവും നേടാമെന്ന് ആരും കരുതണ്ട എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പീയൂഷ് ഗോയൽ പറഞ്ഞു വെക്കുന്നത്. ശ്രീജ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.